ഭദ്ര. അവൻ്റെ ചുണ്ടുകൾ മെല്ലെ മൊഴിഞ്ഞു. കൂടെ മറ്റൊരു പെൺകുട്ടി കൂടിയുണ്ട്. ഭദ്ര ആകെ മാറി. ബ്ലൂ ജീൻസും വൈറ്റ് ഷർട്ടും, സ്ട്രെയിറ്റ് ചെയ്ത മുടിയും. കൂടെയുള്ള പെൺകുട്ടിയോട് സംസാരിക്കുന്നതിനൊപ്പം അവൾ ചുറ്റും ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ട്. ഭദ്രയ്ക്കടുത്തേക്ക് നടക്കാൻ തുടങ്ങിയ വിഷ്ണുവിനെ അനന്തൻ തടഞ്ഞു. വിഷ്ണു അവനെ സംശയത്തോടെ നോക്കി. അനന്തൻ തല വിലങ്ങനെയാട്ടി. അവൻ വേഗം വിഷ്ണുവിനെ കൂട്ടി മറഞ്ഞു നിന്നു. ഭദ്ര ചുറ്റും കണ്ണു പായിച്ച് ആശ്വാസത്തോടെ ഹോട്ടലിലേക്ക് കയറി. അനന്തൻ അവൾ കാണാതെ അവളെ തന്നെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ പഴയ ഭദ്രയിൽ നിന്ന് ഒരുപാട് മാറിയിരിക്കുന്നു. അനന്തനും വിഷ്ണുവും അവിടെ നിൽക്കാതെ വേഗം തിരിച്ചു നടന്നു. രണ്ടാളും ഭദ്രയെ കണ്ട ഷോക്കിലായിരുന്നു. എന്താ ഏട്ടാ, ഭദ്ര ഇത്രയ്ക്ക് മാറുമെന്ന് ഞാൻ കരുതിയില്ല. അവിടെ എപ്പോഴാ ബ്രേക്ക് ടൈം? ഉച്ചയ്ക്ക് 12:30 മുതൽ അരമണിക്കൂർ. അവൾ താമസിക്കുന്നത് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് എളുപ്പമല്ലേ? വിഷ്ണു ചിരിച്ചു. അനന്തൻ കണ്ണുകൾ അടച്ചു. ഇപ്പോഴും സ്വപ്നമാണെന്ന് തോന്നുന്നു അവളെ കണ്ടത്. തൻ്റെ ഭദ്ര ഒടുവിൽ താൻ കണ്ടെത്തിയിരിക്കുന്നു. ഒരുപാട് നാളത്തെ തൻ്റെ സ്വപ്നമാണ്. പക്ഷേ എന്തോ ഒരു ഭയം വന്ന് മൂടുന്നു. എന്നെ അവളെ സമാധാനത്തോടെ പറഞ്ഞു മനസ്സിലാക്കണം. എന്നിട്ട് വേണം കൂട്ടിക്കൊണ്ടുപോവാൻ. എല്ലാത്തിനും മാപ്പ് ചോദിക്കണം. മിഥിലയെ അമിതമായി വിശ്വസിച്ചതിന്, ഭദ്രയുടെ വാക്കുകൾ കേൾക്കാതെ പോയതിന്, എല്ലാത്തിനും അവളില്ലാതെ തനിക്ക് പറ്റില്ലെന്ന് പറയണം. അനന്തൻ്റെ ചുണ്ടുകളിൽ ഒരു ചിരി വിരിഞ്ഞു. ഭവ്യ വിളിച്ചു പറഞ്ഞപ്പോൾ മുതൽ ടെൻഷനായി ഇരിക്കുകയാണ് ഭദ്ര. എത്രയൊക്കെ വർക്കിൽ മുഴുകിയിരുന്നാലും അവസാനം ചിന്തയെത്തി നിൽക്കുന്നത് അനന്തേട്ടനിലാണ്. ഉറപ്പാണ് തന്നെ ഒരിക്കൽ തേടി വരുമെന്ന്. അത്രയ്ക്ക് ജീവനാണ് തന്നെ. പക്ഷെ അതിനുള്ള യോഗ്യത ഭദ്രയ്ക്കുണ്ടോ? ഒരിക്കലുമില്ല അനന്തേട്ട. അനന്തേട്ടൻ ഭദ്രയെ മറക്കണം. ഒഴുകുന്ന കണ്ണീർ മറക്കാൻ സിസ്റ്റത്തിൽ നോക്കി മുഖം താഴ്ത്തി. എന്തോ ഒരു ഭയം വന്ന് മൂടുന്ന പോലെ. ഉച്ച ആയതും ഷിഫ്റ്റ് കഴിഞ്ഞിറങ്ങി. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതും ബാഗിലുണ്ടായിരുന്ന ഷോളെടുത്ത് തലയിലൂടെ ഇട്ടു. ചുറ്റും നല്ലപോലെ ശ്രദ്ധിച്ചു നടന്നു. നേരെ നടന്നാൽ മെയിൻ റോഡാണ്. അവിടേക്ക് പോകാതെ ഇടവഴിയിലേക്ക് കയറി. ഇടവഴിയുടെ രണ്ട് സൈഡും കടകളും ഹോട്ടലുകളും വീടുകളുമാണ്. അവിടെ നിന്ന് നടന്നെത്തുന്നത് മെയിൻ റോഡിൻ്റെ അരികെ തന്നെ. അവിടെ എത്തിയപ്പോൾ വേഗം ഒരു ടാക്സി പിടിച്ചു. ഇവിടെ നിന്ന് 15 മിനിറ്റേ ഉള്ളൂ ഫ്ലാറ്റിലേക്ക്. ഫ്ലാറ്റിൽ എത്തിയതും ഭദ്ര പൈസ കൊടുത്തിറങ്ങി. ഇതെല്ലാം ഭവ്യ കാരണമാണ്. ഭവ്യയുടെ കൂടെ പഠിക്കുന്ന പാലിൻ്റെ ചേച്ചി പൂജയാണ് ഇവിടെ ഫ്ലാറ്റ് റെഡിയാക്കി തന്നത്. പിന്നെ പാർട്ട് ടൈം ജോബും. പൂജ ചെയ്തു തന്ന സഹായങ്ങൾ ചെറുതല്ല. ഭദ്ര ലിഫ്റ്റിൽ കയറി. എന്തോ അന്നത്തെ ദിവസം തന്നെ വിടാതെ പിന്തുടരുന്ന പോലെ. ദേവിൽ നിന്ന് ഞെട്ടലോടെയാണ് എല്ലാം കേട്ടത്. കേട്ടറിഞ്ഞപ്പോൾ എല്ലാവരിൽ നിന്നും ഒളിച്ചോടാൻ തോന്നി. താൻ ഒരിക്കലും അനന്തേട്ടന് യോജിച്ചവളല്ല. ഓരോന്നോർത്ത് തൻ്റെ ഫ്ലാറ്റ് എത്തിയത് പോലും അറിഞ്ഞില്ല. ഭദ്ര ഡോർ തുറന്ന് ഉള്ളിൽ കയറി. ബാഗ് ടേബിളിൽ വെച്ച് അവൾ നേരെ കിച്ചണിലേക്ക് നടന്നു. രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തിയുണ്ട്, അതും മസാലക്കറിയും. മസാലക്കറി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കി പ്ലേറ്റിൽ 2 ചപ്പാത്തി ഇട്ട് കറിയും വിളമ്പി TV ഓൺ ചെയ്ത് സോഫയിൽ കയറിയിരുന്നു. പുതിയ ഹിന്ദി സോങ്സാണ്. കഴിച്ചു കഴിഞ്ഞതും ഡ്രസ് മാറി സമയം നോക്കി. 2 മണിയാവുന്നു. മുടി ഉയർത്തി കെട്ടിവെച്ചു. ബാഗ് എടുത്ത് ഇറങ്ങുമ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത്. ഭദ്ര ബാഗ് ടേബിളിൽ തന്നെ വെച്ചിട്ട് സംശയത്തോടെ ഡോർ തുറന്നു. ഭദ്രയുടെ നെഞ്ചിടിപ്പ് ഏറി. ശ്വാസം വിലങ്ങി. അനന്തേട്ടൻ. അവളുടെ ചുണ്ടുകൾ മെല്ലെ മൊഴിഞ്ഞു. അപ്പോൾ നീ എന്നെ മറന്നിട്ടല്ലേ? അനന്തൻ പറഞ്ഞതിനൊപ്പം ഉള്ളിലേക്ക് കയറി. ഭദ്ര അവനെ ആകാംക്ഷയോടെ നോക്കി നിന്നു. തന്നെ മാത്രം നോക്കി നിൽക്കുന്നവളുടെ കവിളിൽ കൈനീട്ടി ഒന്ന് കൊടുത്തു. ഭദ്ര ഒരു വശത്തേക്ക് ചെരിഞ്ഞു വീഴാനഞ്ഞതും അനന്തൻ അവളെ ചേർത്ത് പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ഇറുക്കി പുണർന്നു. ഭദ്ര തിരിച്ചവനെ പുണരാൻ കഴിയാതെ വിറങ്ങലിച്ചു നിന്നു. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വിയർപ്പ് ഗന്ധം അവൾ ആഞ്ഞു ശ്വസിച്ചു. അവൻ്റെ നെഞ്ചിൽ അമരുന്ന അവളുടെ മുഖം. ഒരു വേള ഇതെല്ലാം സ്വപ്നമാണെന്ന് തോന്നിപ്പോയി. അവൻ്റെ കൈകൾ അവളുടെ തലയിലൂടെ തഴുകുന്നുണ്ടായിരുന്നു. എന്തിനാ മോളെ, നീയില്ലാതെ ഞാനെങ്ങനെ? ആനന്ദൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. നിങ്ങളെന്തിനാ ഇപ്പോൾ വന്നത്? തികച്ചും പരുക്കനായി അവൾ ചോദിച്ചു. അനന്തൻ സംശയത്തോടെ അവളിൽ നിന്ന് അകന്ന് അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഭദ്രേ, എനിക്ക് നീയില്ലാതെ പറ്റില്ല. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. നിന്റെ വാക്ക് ഞാൻ കേട്ടിരുന്നെങ്കിൽ നീ എന്നോട് പൊറുക്കില്ലേ? അനന്തൻ അവൻ്റെ നെറ്റിയിൽ വിരലൊഴിഞ്ഞുകൊണ്ട് നിസ്സഹായനായി ചോദിച്ചു. ഭദ്ര വേഗം തിരിഞ്ഞു നിന്നു. കഴിയുന്നില്ല. തൻ്റെ പ്രാണനാണ് അനന്തേട്ടൻ. അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്നു. ശബ്ദം ഇടറുന്നു. എല്ലാം തനിക്ക് വേണ്ടി. ഭദ്രേ. അനന്തൻ തോളിൽ മേലെ കൈവച്ചപ്പോൾ ഭദ്ര ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ നേരെ നിന്നു. ക്ഷമ ചോദിക്കാൻ വന്നതാണോ? ക്ഷമ ചോദിക്കാൻ മാത്രമല്ല, എനിക്ക് വേണടി നിന്നെ. നീയില്ലാതെ ഞാൻ എങ്ങനെ അവിടെ കഴിഞ്ഞെന്നറിയോ? ഈ 2 കൊല്ലം. എങ്ങനെ കഴിഞ്ഞാലും എനിക്കെന്താ? നിങ്ങൾ പോവാൻ നോക്ക്. ഭദ്രേ. അനന്തൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തു. തെറ്റുപറ്റിപ്പോയടി, ക്ഷമിക്ക്. ഭദ്രേ. അനന്തൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തു. തെറ്റുപറ്റിപ്പോയടി, ക്ഷമിക്കിനി. നിന്നെ കാണുന്നവരെ ഞാൻ അനുഭവിച്ച അവസ്ഥ ഉണ്ടല്ലോ. കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ പിടയായിരുന്നു ഞാൻ. ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളൊന്ന് പുച്ഛിച്ച് ചിരിച്ചു. അനന്തൻ്റെ കൈകൾ എടുത്തു മാറ്റി അവൾ അവനെ തന്നെ നോക്കി.
എനിക്ക് നിങ്ങളുടെ കൂടെ വരാനോ ജീവിക്കാനോ താല്പര്യമില്ല. നിങ്ങൾ വേഗം ഇറങ്ങാൻ നോക്ക്. അവൾ ഡോറിനടുത്തേക്ക് നടന്ന് ഡോർ തുറന്നു. നീ വന്നില്ലെങ്കിൽ തൂക്കിയെടുത്ത് കൊണ്ടുപോവാൻ എനിക്കറിയാം. വേണ്ടെന്ന് വെക്കുമ്പോൾ തലയിൽ കയറുന്നു. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരുന്നതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ചവിട്ടിക്കൂട്ടി തൂക്കിയെടുത്ത് കൊണ്ടുപോകും. ആദ്യം ഡോറടിച്ച് അവളുടെ അരയിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ചു. ഭദ്ര ഒരു നിമിഷം വിറച്ചു. അവളുടെ ശരീരം തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സ്പർശം അറിഞ്ഞതും കോരിത്തരിച്ചു. കൊണ്ടുപോകും, നിങ്ങൾ എനിക്കറിയാം. പക്ഷേ എൻ്റെ സമ്മതമില്ലാതെ നിങ്ങൾ കൊണ്ടുപോകുന്നത് എൻ്റെ ശവമായിരിക്കും. കാണണോ നിങ്ങൾക്ക്? ഭദ്ര അവൻ്റെ കൈയെടുത്ത് മാറ്റി ചീറി. ഭദ്രെ, ആനന്ദൻ ഞെട്ടലോടെ വിളിച്ചു. ഭദ്ര അത് ശ്രദ്ധിക്കാതെ തിരിഞ്ഞു നിന്നു. കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. ആനന്ദൻ്റെ അനക്കമൊന്നും കേൾക്കുന്നില്ല. എന്നാൽ ദീർഘമായി ശ്വാസം വലിക്കുന്നത് അവൾ അറിയുന്നുണ്ട്. ശരി, ഞാൻ പൊക്കോളാം. ഒട്ടൊരു മൗനത്തിന് ശേഷം ആനന്ദൻ്റെ ശബ്ദം. ഭദ്ര അങ്ങനെ തന്നെ നിന്നു. പക്ഷെ അതിനു മുമ്പ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം. ഭദ്ര ഞെട്ടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എൻ്റെ കുഞ്ഞെവിടെ? ഭദ്ര കണ്ണുകൾ അമർത്തി തുടച്ച് തിരിഞ്ഞു. കുഞ്ഞു? ആരുടെ കുഞ്ഞ്? അവളുടെ ചോദ്യത്തിൽ പതർച്ച ഉണ്ടായിരുന്നു. ഭദ്രെ, എനിക്കറിയാം, എനിക്ക് തെറ്റുപറ്റി. നിന്നെ കേൾക്കാതിരുന്നതെല്ലാം എൻ്റെ തെറ്റാ. പക്ഷേ കുഞ്ഞ് ഇല്ല. അന്നേ അബോർഷനായി. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ആനന്ദൻ്റെ കണ്ണുകൾ ഒന്നുകൂടെ നിറഞ്ഞു. അവൻ അവളുടെ വയറിലേക്ക് നോക്കി. തൻ്റെ കുഞ്ഞ് സുരക്ഷിതമായി കിടന്നയിടം എല്ലാം ഇല്ലാതാക്കി. ഞാൻ തന്നെയാ അതിന് കാരണം. മിതിയെ അമിതമായി വിശ്വസിച്ചു. ഇനി എന്തെങ്കിലും അറിയണോ? ഭദ്രയുടെ ചോദ്യമാണ് ആനന്ദനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. ഞാൻ കാരണം എൻ്റെ കുഞ്ഞ്. ആനന്ദൻ ബാക്കി വാക്കുകൾ കിട്ടാതെ പിടഞ്ഞു. ഭദ്ര അതൊന്നും ശ്രദ്ധിച്ചില്ല. അവൾ പുറത്തേക്ക് തന്നെ നോക്കി നിന്നു. ഡോർ അടയുന്ന ശബ്ദം കേട്ടവൾ തിരിഞ്ഞു. പോയി ആനന്ദേട്ടൻ. അവൾ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടി. ബെഡിൽ കരച്ചിലോടെ വീണു. അപ്പോഴും ദേവ് പറഞ്ഞത് അവളുടെ ചെവിയിൽ മുഴങ്ങുന്ന പോലെ തോന്നി. നിന്റെ വയറ്റിൽ വളരുന്നത് അനന്തൻ്റെ കുഞ്ഞല്ല, മനോജിൻ്റെയാ. അവൻ നിന്നെ അന്ന് നശിപ്പിച്ചത് ഞാൻ കണ്ടതാ. അതുമാത്രമല്ല, അനന്തന് ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല. അതറിഞ്ഞിട്ടും അവൻ നിന്നെ. ബാക്കി കേൾക്കാനുള്ള ശക്തിയൊന്നും ഉണ്ടായില്ല. അവൾ കണ്ണുകൾ ഇറുക്കി മൂടി. കോളിംഗ് ബെൽ നിർത്താതെ അടിക്കുന്ന കേട്ട് അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മുഖം കഴുകി വേഗം വാതി തുറന്നു. പൂജയാണ്. അവളുടെ ഒക്കിലിരുന്ന കുറുമ്പം ഭദ്രയെ കണ്ടതും മേലേക്ക് ചാടി. ആകെ 1 വയസ്സേ ഉള്ളൂ. നെറ്റിയിലേക്ക് വീണു കിടക്കുന്ന മുടിയിഴകളും ആകെ കാണുന്ന 4 കിന്നരി പല്ലുകളും കാണിച്ച് അവൻ ചിരിച്ചു. ഭദ്ര ചിരിയോടെ അവനെ ചേർത്തെടുത്തു. അമ്മയുടെ പൊന്നു വന്നു. അവൾ കുഞ്ഞിൻ്റെ നെറുകയിൽ മുത്തി. ആ, ഇന്ന് ഒരുപാട് വാശിയായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നേയില്ല. ഒരു വിധത്തിലാ ടേക്ക് കെയറിലാക്കിയത്. പൂജ പറയുന്ന കേട്ട് ഭദ്ര കുഞ്ഞിനെ കുറുമ്പോടെ നോക്കി. ആണോടാ ആരുട്ടാ? അവൻ കുറുമ്പോടെ ചിരിച്ചു. പാല് കൊടുക്കു ഭദ്രെ. ഇന്നെൻ്റെ മാറിൽ ഒരു തപ്പലായിരുന്നു അല്ലേടാ? പൂജ അവൻ്റെ കവളി പിടിച്ചു. കുറുമ്പൻ ചിരി തന്നെ. ഭദ്ര കുഞ്ഞിനെയും കൂട്ടി റൂമിലേക്ക് നടന്നു. ബെഡിലിരുന്ന് ടോപ്പ് ഉയർത്തി അവന് പാല് കൊടുത്തു. ദേവമാഷ് അന്ന് ഭ്രാന്തനെ പോലെയാണ് പെരുമാറിയത്. പക്ഷെ മനോജിൻ്റെ കുഞ്ഞാണ്. തൻ്റെ വയറ്റിലെന്ന് അറിഞ്ഞ നിമിഷം മരിക്കാൻ തോന്നിയതാണ്. പിന്നെ ഒന്നും അറിയാതെ ഭൂമിയിലേക്ക് വന്ന കുഞ്ഞ് എന്ത് പേച്ചു. ഓരോ ദിവസം കഴിയുമ്പോഴും ഉയർന്നു വരുന്ന വയർ ഒരു അത്ഭുതമായിരുന്നു. മാതൃത്വം അറിഞ്ഞു തുടങ്ങിയ നിമിഷങ്ങൾ. ഒടുവിൽ പേറ്റുന്നവോടെ അവനും ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇതുവരെ അനുഭവിച്ച അപമാനങ്ങളും നോവുകളും മറന്നിരുന്നു. അതിനിടയിൽ അനന്തേട്ടനെ പലതവണ ഓർത്തെങ്കിലും ആ മനുഷ്യൻ്റെ കൂടെ ഇനി ജീവിക്കാൻ അർഹതയില്ലെന്നുള്ള തിരിച്ചറിവ് അതൊരു ഓർമ്മ മാത്രമായി നിലനിന്നു. പാർട്ട് ടൈം ജോബും ഉച്ചയ്ക്ക് ശേഷം കുഞ്ഞിൻ്റെ കൂടെയുള്ള നിമിഷങ്ങളും മാത്രമാണ് തൻ്റെ ജീവിതം. ഇടയ്ക്ക് കാണാൻ വരുന്ന ഭവ്യയും നാട്ടിൽ നിന്ന് വിളിക്കുന്ന അമ്മയും ഒരു ആശ്വാസമാണ്. അനന്തേട്ടനെല്ലാം മറക്കട്ടെ. തന്നെ മറന്നു മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കട്ടെ. മനോജിൻ്റെ കുഞ്ഞാണെങ്കിലും അവൻ്റെ മുഖം അനന്തേട്ടനെ പോലെ തോന്നും. ആ മുടിയും കളറും ശരീരത്തുള്ള ചെമ്പൻ രോമങ്ങളും അതെല്ലാം അനന്തേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് തനിക്ക് തോന്നാറുണ്ട്. ആരോ കൃഷ്ണ അങ്ങനെയാണ് അവന് പേര് നൽകിയത്. അവൻ അനന്തേട്ടൻ്റെ കുഞ്ഞാണെന്ന് വിശ്വസിക്കുകയാണ്. സത്യം അതല്ലെങ്കിലും അങ്ങനെ വിശ്വസിക്കാനാണ് തനിക്കിഷ്ടം. അനന്തനെ അക്ഷമനായി ഹോട്ടലിൽ കാത്തു നിൽക്കുകയാണ് വിഷ്ണു. ഉച്ചയ്ക്ക് പോയതാണ്. ഇപ്പോൾ 4 മണി കഴിഞ്ഞു. കോളിംഗ് ബെൽ കേട്ട് അവൻ എഴുന്നേറ്റ് ചെന്ന് ഡോർ തുറന്നു. മുമ്പിലെ കാഴ്ച കണ്ട് അവൻ്റെ നെറ്റി ചുളിഞ്ഞു. മദ്യപിച്ച് കാലുറക്കാതെ അനന്തേട്ടനെ താങ്ങി പിടിക്കാൻ ശ്രമിക്കുന്ന സെക്യൂരിറ്റിയും. വിഷ്ണു വേഗം അനന്തനെ പിടിച്ച് റൂമിലേക്ക് കയറി. ബെഡിൽ മറിഞ്ഞു വീണ അനന്തൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അവൾക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. അവൾ ജീവിച്ചോട്ടെ. ഞാൻ എങ്ങനെയാ ജീവിക്കുന്നത്? അനന്തന് ആർക്കും ശല്യമാവുന്നില്ല. പോവാൻ പറ. എനിക്കാരും വേണ്ട. അനന്തൻ മദ്യത്തിൻ്റെ പുറത്ത് ഓരോന്ന് പുലമ്പുന്ന കേട്ട് വിഷ്ണു നെറ്റിയിൽ കൈവച്ച് അനന്തനെ നോക്കിയിരുന്നു. വന്ന് കയറിയപ്പോൾ മുതൽ പൂജ ശ്രദ്ധിക്കുന്നു. ഭദ്രയുടെ മുഖം വല്ലാതിരിക്കുന്നു. പഴയത് എന്തെങ്കിലും ഓർത്താണെന്ന് കരുതി പൂജ ഒന്നും ചോദിക്കാൻ നിന്നില്ല. അത്താഴം കഴിച്ച് വെറുതെ ബാൽക്കണിയിൽ നിൽക്കുമ്പോഴായിരുന്നു ഭദ്ര വന്നത്. ഒരു പൊട്ടിക്കരച്ചിലൂടെ പകലുണ്ടായ സംഭവം മൊത്തം അവൾ പൂജയോട് പറഞ്ഞു.
അവളുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് മൊത്തം അനന്തനോടുള്ള പ്രണയമായിരുന്നു. അവൾക്ക് വേണ്ടി അനന്തൻ ഇപ്പോഴും കാത്തിരിക്കുന്നത് ഭദ്രയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും അതുതന്നെ പറഞ്ഞ് കരയുന്നവളെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് റൂമിലേക്ക് പറഞ്ഞയച്ചു. ഭദ്ര പോയതും പൂജ ഫോണെടുത്ത് ഭവ്യയെ വിളിച്ചു. നാളെ തന്നെ മുംബൈയിലെത്താൻ പറഞ്ഞു. രാവിലെ തന്നെ കോളിംഗ് ബെൽ കേട്ട് ഭദ്ര സംശയത്തോടെ കതക് തുറന്നതും അവളെ ഞെട്ടിച്ചുകൊണ്ട് ഭവ്യ ഉറുക്കെ പുണർന്നിരുന്നു. ഭദ്രയും തിരിച്ച് സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിച്ചു. അതെ, ഞാനുമുണ്ട്. പായൽ പിണക്കത്തോടെ ഭവ്യയുടെ പുറകിൽ നിന്ന് മുമ്പിലേക്ക് വന്നു. ഭദ്ര അവളെയും കെട്ടിപ്പിടിച്ചു. എന്താ മോളെ പെട്ടെന്ന് പറയാതെ? ഒന്നുമില്ല ചേച്ചി, ഒന്ന് കാണാൻ തോന്നി. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഭവ്യ വയറൊഴിഞ്ഞു. നീ ഇരിക്ക്, ഞാനിപ്പോൾ എടുക്കാം. ആരുട്ടൻ എവിടെ ചേച്ചി? എഴുന്നേറ്റിട്ടില്ല. പായലും ഭവ്യയും റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ പൂജ ആരുട്ടനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. ആ കാഴ്ച കണ്ടതും പായലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. രണ്ടാളും ആരുട്ടനെ എഴുന്നേൽപ്പിച്ചു. ചെറിയമ്മ വന്നതുകൊണ്ട് ആരുട്ടൻ ഡേ കെയറിൽ പോയില്ല. അന്നുച്ചയ്ക്ക് എല്ലാവരും പുറത്ത് ഷോപ്പിംഗ് പോയി അടിച്ചുപൊളിച്ച് ഭദ്രയുടെ വിഷമമൊക്കെ മാറ്റി. എന്നാൽ അകലെയുള്ള ചെറിയ ഹോട്ടൽ മദ്യപിച്ചു കാലുറയ്ക്കാതെ ഒരാൾ വീണ്ടും വായിലേക്ക് മദ്യക്കുപ്പി കമഴ്ത്തുന്നുണ്ടായിരുന്നു. വൈകുന്നേരം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് നാലാളും വന്നത്. ആരുട്ടൻ നല്ല വാശിയായതുകൊണ്ട് ഭദ്ര മുറിയിൽ തന്നെ അവന് പാല് കൊടുത്തു കിടന്നു. ഭാവ്യ ഡ്രസ്സ് മാറി ബാൽക്കണിയിലേക്ക് നടന്നു. ചേച്ചി എന്തിനാ അത്യാവശ്യമായി വരാൻ പറഞ്ഞ്? പുറത്തേക്ക് നോക്കി നിന്നിരുന്ന പൂജ അവളുടെ ചോദ്യം കേട്ട് തിരിഞ്ഞു. പായലും ഭവ്യയുടെ ഒപ്പം തന്നെ വന്നിരുന്നു. ഇന്നലെ ഇവിടെ അനന്തം വന്നിരുന്നു. എന്നിട്ട് ഭവ്യ ആകാംക്ഷയോടെ ചോദിച്ചു. പൂജ സംഭവിച്ചതൊക്കെ ഭവ്യ അറിയിച്ചു. പാവം ചേച്ചി ജീവന. ഭദ്ര ഇങ്ങനെ ജീവിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല മോളെ. എന്താ ചേച്ചി? ഭവ്യ സംശയത്തോടെ നിന്നു. അനന്തൻ അവളെ ഇത്രയധികം സ്നേഹിക്കുന്നത് അവളെന്താ മനസ്സിലാകാത്തേ? അത് ചേച്ചിക്കറിയില്ലേ? ഭദ്ര ചേച്ചിക്കും ജീവന അനന്തേട്ടനെ. ആ അനന്തേട്ടൻ്റെ മുമ്പിൽ മറ്റൊരുത്തൻ്റെ കുഞ്ഞുമായി. അത് അനന്തേട്ടൻ ഒരിക്കലും അറിയരുതെന്ന ചേച്ചിയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. ഒരുപക്ഷെ ചേച്ചിക്കെന്ന് സംഭവിച്ചതറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തകർന്നു പോകുന്നത് അനന്തേട്ടനായിരിക്കും. ഭവ്യ ഇപ്പോൾ ഒക്കെ അങ്ങനെ തോന്നും. പക്ഷേ ഈ സ്നേഹം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കിട്ടണമെന്നില്ല. നിനക്കറിയില്ലേ എൻ്റെ കാര്യം? 19 വയസ്സുള്ളപ്പോൾ സ്വന്തം അഭിപ്രായം പോലും ചോദിക്കാതെ വിവാഹം കഴിപ്പിച്ചു. ഒരു രാത്രി പോലും വേദന അറിയാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല. പ്രഗ്നൻ്റ് ആയപ്പോൾ ആ കാരണം പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞതാ. എന്നിട്ടോ വയറ്റിലടിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കി. നഷ്ടം മുഴുവൻ എനിക്കാണ്. അയാൾ ഇപ്പോഴും മറ്റൊരു പെണ്ണിനൊപ്പം സൂചിച്ച് ജീവിക്കുന്നു. പക്ഷേ ആ വാശിക്ക ഞാൻ പഠിച്ച് ഒരു പീഡിയാട്രീഷ്യൻ ആയത്. ഒരു ഡേ കെയർ നടത്തുന്നത് എൻ്റെ വാശി കൊണ്ട് മാത്രമാണ്. ഇന്ന് പായലും മെഡിസിൻ പഠിക്കുന്നത്. ചേച്ചി എന്തിനാ ഇതൊക്കെ ഇപ്പോൾ പറയുന്നേ? പായലിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. അതല്ല മോളെ, ഭദ്രയെ ഇത്രയും അധികം അനന്തം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അനന്തനോട് സത്യം തുറന്നു പറയണം. എന്നിട്ട് അനന്തം ഭദ്രയെ സ്വീകരിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഭദ്രയെ അനന്തൻ്റെ കൂടെ വിടണം. ഇങ്ങനെ സ്നേഹിക്കപ്പെടാനും ഒരു ഭാഗ്യം വേണം മോളെ. ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് കഴിയാൻ പറ്റും. ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാൻ കഴിയും. പക്ഷെ മകൻ എപ്പോഴും ഭർത്താവിൻ്റെ തണൽ പോലെ ആവില്ല. ആരോ വലുതാവും, ജോലി നേടും, വിവാഹം കഴിക്കും. അപ്പോൾ ഭദ്രയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടമുണ്ടാവാൻ പാടില്ല. തളർന്നു പോകുമ്പോൾ താങ്ങാൻ ഒരാളുള്ളത് നല്ലതാണ് മോളെ. എത്രയൊക്കെ നമ്മുടെ നാട് പുരോഗമിച്ചെന്ന് പറഞ്ഞാലും സ്ത്രീകളെ താഴ്ത്തിക്കെട്ടാനും ആക്ഷേപിക്കാനും പരക്കം പായുന്ന ജനങ്ങളാണ് കൂടുതൽ. അതിനു മുമ്പിൽ തന്നെ സ്ത്രീകളാവും. 6 വർഷത്തോളം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഞാൻ തന്നെയാണ് ഇതിനൊക്കെ ഉദാഹരണം. എത്ര പേരുമായി എന്നെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം അമ്മായി പോലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുപോലെ ജീവിക്കേണ്ടവളല്ല ഭദ്ര. അവൾ പാവമാണ്. എന്നെപ്പോലെ പൊരുതി നിൽക്കാനുള്ള ചങ്കൂറ്റമൊന്നും ആ പാവത്തിനില്ല. ഇന്നലെ തന്നെ എത്ര കരഞ്ഞെന്നറിയോ? ഞാൻ എന്താ ചെയ്യേണ്ട ചേച്ചി? ഭവ്യ കണ്ണീർ തുടച്ചു. പൂജ ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു. പിറ്റേന്ന് സാധാരണ പോലെ ഭദ്ര ഹോട്ടലിലേക്ക് പോയി. പൂജയുടെ കൂടെ പായൽ ആരൂട്ടനും കൂട്ടി ഡേ കെയറിലിരുന്നു. തലേന്നത്തെ കെട്ടൊക്കെ ഇറങ്ങി. അനന്തം പോവാൻ ബാഗ് പാക്ക് ചെയ്യുകയാണ്. വിഷ്ണു താടിക്ക് കൈയും കൊടുത്ത് ഒരു വശത്ത് ഇരിക്കുന്നുണ്ട്. അനന്തം ഷർട്ട് മടക്കി വെക്കുന്നതിനിടയ്ക്ക് വിഷ്ണുവിനെ നോക്കി. അല്ല അനന്തേട്ടാ, ഞാനൊന്ന് പോയി ഭദ്രയെ കണ്ടാലോ? വേണ്ട, നീ പുറപ്പെടാൻ നോക്ക്. അനന്തൻ ഡ്രസ്സെല്ലാം മടക്കി വെച്ച് ബാഗ് അടച്ചു. എന്നാലും ഏട്ടാ, ഒന്ന് പോയി കണ്ടാലോ? അപ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത്. വിഷ്ണു അനന്തനെ നോക്കി. അവനെല്ലാം എടുത്തു വയ്ക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ. വിഷ്ണു എഴുന്നേറ്റ് ഡോർ തുറന്നു. പുറത്തുള്ളവളെ കണ്ട് അവൻ്റെ കണ്ണ് വിടർന്നു. ഭവ്യ അവനെ നോക്കി പുഞ്ചിരിച്ചു. വിഷ്ണു തിരിച്ചും. അനന്തേട്ടൻ? ഭവ്യ മടിയോടെ ചോദിച്ചു. ഉള്ളിലുണ്ട്, വാ. വിഷ്ണു അകത്തേക്ക് ക്ഷണിച്ചു. അനന്തൻ എല്ലാം എടുത്തു വെച്ച് ബാഗ് എടുത്ത് തിരിഞ്ഞതും മുന്നിൽ ഭവ്യ. അവൻ ചെറുതായി ഞെട്ടിയെങ്കിലും അവൻ ചിരിച്ചു. മോളെന്താ ഇവിടെ? തലതാഴ്ത്തി നിന്ന ഭവ്യ അവൻ്റെ ചോദ്യം കേട്ട് മുഖമുയർത്തി. എനിക്ക് അനന്തേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വേണ്ട, ഞാൻ ഇനി വരില്ലെന്ന് ചേച്ചിയോട് പറഞ്ഞേക്ക്. കാണാൻ തോന്നുമ്പോൾ ഞാൻ വന്ന് കാണും. അവൾ അറിയാതെ മാറി നിന്ന് കണ്ടിട്ട് പോവും. ആനന്ദം പറഞ്ഞപ്പോൾ ഭവ്യ പുഞ്ചിരിച്ചു. പോകുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റൂ?
ചേച്ചി അറിഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. നടന്ന് നീങ്ങിയ അനന്തൻ അത് കേട്ടപ്പോൾ ഒന്ന് നിന്നു. വിഷ്ണു പ്രതീക്ഷയോടെ ഭവ്യയെ നോക്കുന്നുണ്ട്. അനന്തൻ ജനലിൻ്റെ അടുത്തേക്ക് നടന്നു. പുറത്തേക്ക് നോക്കി. പിന്നെ തിരിഞ്ഞ് ഭവ്യയെയും. അവൻ്റെ ആ നിൽപ്പ് സമ്മതമെന്നോണം ഭവ്യ അനന്തൻ്റെയും വിഷ്ണുവിൻ്റെയും അടുത്ത് വന്ന് നിന്നു. അന്ന് അനന്തേട്ടന് അച്ഛനാവാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ മിഥിലയുടെ ചതിയാണെന്നും അത് പറഞ്ഞാൽ അനന്തേട്ടൻ വിശ്വസിക്കില്ലെന്നും അറിയാവുന്നതുകൊണ്ട് ചേച്ചി ദേവമാഷിൻ്റെ സഹായം തേടാൻ തീരുമാനിച്ചു. ദേവമാഷും അന്ന് നല്ല പെരുമാറ്റത്തോടെയാണ് ചേച്ചിയെ കാറിൽ കയറ്റി കൊണ്ടുപോയത്. പക്ഷേ ദേവ് നൽകിയ വെള്ളം കുടിച്ച ശേഷം കണ്ണുകൾ അടഞ്ഞു പോകുന്നത് പോലെ തോന്നി. ഭദ്ര ഡ്രൈവ് ചെയ്യുന്ന ദേവിൻ്റെ തോളിലേക്ക് ചെരിഞ്ഞു വീണതും ദേവ് അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. കണ്ണുകൾ തുറക്കാൻ കഴിയുന്നില്ല. ഉറക്കം വന്ന് മൂടുന്ന പോലെ ഫലത്തോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. ഒന്നും വ്യക്തമായി അറിയുന്നില്ല. ഏതോ പഴയ ഫാക്ടറി പോലെ. മരം ദ്രവിച്ച മണം. അവൾക്ക് ഓക്കാനം വന്നു. ഭദ്ര ചുറ്റും നോക്കി. ഇത് പഴയ മില്ലല്ലേ? ഇവിടെ എന്താ? അവൾ തലയിൽ കൈവച്ചു. ഒരു മരക്കസേരയിലാണ് ഇരിക്കുന്നത്. മുകളിൽ സീറോ ബൾബ് കത്തുന്നുണ്ട്. അരികെ ഒരു ബെഞ്ചും അതിൽ ബാഗും. പെട്ടെന്നാണ് ഷട്ടർ തുറന്ന് ആരോ ഉള്ളിലേക്ക് വന്നത്. ഭദ്ര കണ്ണുകൾ തിരുമ്മി നോക്കി. ദേവമാഷ്. അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി.